നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു പെണ്ണ് ചതിച്ചിട്ട് വന്നിട്ട് മറ്റൊരു പെണ്ണ് കിട്ടാൻ നോക്കിയാ അത് സമ്മതിക്കരുത്. അത് ആരാലും അതിന് കൂട്ടിക്കാനും പാടില്ല. പിന്നല്ലേ പുകില്. അതിന്റെ പേര് ശാലിനി കുഞ്ഞും സത്യാമ്മയും കൂടി വലിയ വഴക്ക് തന്നെ നടന്നു. അയ്യോ, ഒടുവിൽ സമൂഹ വിവാഹത്തിൽ ചെറുക്കൻ നഷ്ടപ്പെട്ട പെണ്ണിനെ വിഷ്ണു കുഞ്ഞിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് സത്യാമ്മ. ശാലിനി, ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിലെ പണിക്കാരിയുടെ പേരെന്താ? ശാന്ത അല്ലേ? ശാന്തയുടെ ആരാ ഈ പെൺകുട്ടി? ചെറിയമ്മയുടെ മകൾ. അപ്പൊ അതാണ് കാര്യം. ശാന്തയുടെ ചെറിയമ്മയുടെ മകളെ കൊണ്ട് ഈ ചെറുക്കനെ കെട്ടിക്കാൻ വേണ്ടി നീ നടത്തിയ നാടകമാണ് ഇപ്പൊ ഇവിടെ അരങ്ങേറിയത്. ഇവൻ കാണിച്ച കൊള്ളരുതായ്മയെ കുറിച്ചൊന്നും പറയുന്നില്ലേ? ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാര് പിള്ളേരൊക്കെ അല്ലേ വിവാഹത്തിന് മുൻപ് ചില കുസൃതികളൊക്കെ കാണിച്ചു നിൽക്കും. വിവാഹം കഴിഞ്ഞ് കുട്ടികളുള്ള സ്ത്രീകൾ കാണിക്കുന്നു. ഞാൻ വിശദമാക്കി തരണ്ടല്ലോ. പിന്നാണോ ഇത്? എന്തായാലും നടന്നു. ഇനി ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. കളക്ടർ എന്ന നിലയിൽ അതും നിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഈ പെൺകുട്ടിക്ക് കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലായ സ്ഥിതിക്ക് മറ്റൊരു പയ്യനെ കണ്ടെത്തണം. ഇതിന്റെ വിവാഹവും നടത്തണം. അതെല്ലാവരും കൂടി ഉത്സാഹിച്ചാൽ നടത്താവുന്ന കാര്യമല്ലേ? അത് നമുക്ക് ഉടനെ ആലോചിക്കാം. നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു പയ്യനെ നമുക്ക് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. എങ്കിൽ ഞാനൊരു പേര് പറയാം. നിങ്ങൾക്കൊക്കെ സ്വീകാര്യമാണെങ്കിൽ അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം നടക്കും. വേറെ ആരുമല്ല, എന്റെ മകൻ വിഷ്ണു. അല്ല, ഇത് വെറും വാക്കല്ല. ഞാനാണ് ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി അണിയിച്ചൊരുക്കി ഇവിടെ കൊണ്ടുവന്നത്. ആ വിവാഹം നടത്തി കൊടുക്കേണ്ട ചുമതലയും എനിക്കുണ്ട്. ഇത് ഞാൻ നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. ഇപ്പോഴും ഞാൻ ക്ഷണിക്കുക. ഈ കല്യാണത്തിന് കളക്ടറും കൂടി വരണം. കൂടെയുള്ള ഈ പരിവാരങ്ങളെയും കൂടി വിളിച്ചോ. ഇവിടെ ഈ ദൈവസന്നിധിയിൽ ഇവിടെ വെച്ച് തന്നെ എന്റെ മകൻ വിഷ്ണു ഇവിടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഇത് സത്യഭാമയെ പറയുന്നേ. കുഴപ്പമാവോ പിള്ളച്ചേട്ടാ? പിന്നെ കുഴപ്പമാവാതെ. അമ്മാതിരി പുകലല്ലേ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ വിവാഹം നടത്തരുത്. ദയവ് ചെയ്ത് ഈ കല്യാണം ഇപ്പൊ നടത്തരുത്. ഇതാ ഞാൻ ഒരിടത്തേക്കും പോവാത്തത്. കേറാനും ഇറങ്ങാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാ. എന്ന് വെച്ചിട്ട് പോകേണ്ട കാര്യത്തിന് പോവാതിരിക്കാൻ പറ്റുമോ? അതും ശരിയാ. അല്ല, താനെന്താടാ പിള്ളേ, തന്റെ കൊച്ചമ്മയുടെ കല്യാണം നടത്താൻ പോയില്ലയോ? എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞപ്പോ താൻ എന്തൊക്കെയാ പറഞ്ഞേ? കല്യാണം 4, ഇന്നിരാൻ നേരമില്ല.
അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിട്ട് കുറെ നേരമായി. കല്യാണം 4 ഒന്നും പറയണ്ട സാറേ. ആകെ കുഴപ്പമായി. അവസാനം അടിപിടിയിൽ കലാശിച്ചു. അടിപിടിയാ? അത് ശരി. അപ്പൊ അതെന്താന്ന് കേൾക്കണമല്ലോ. ഈ മോളെ ഇച്ചിരി സമ്പാദിക്കും എടുത്തോണ്ട് വാ. വല്ലാത്ത ദാഹം. അല്ല അച്ഛാ, അകത്തേക്ക് കയറുന്നില്ലേ? ഞാനൊരല്പം നേരം ഇവിടെ ഇങ്ങനെ നിക്കട്ടടാ. ഇത്രയും നേരം വണ്ടിക്കകത്ത് ഒറ്റ ഇരിപ്പ് ഇരുന്നതുകൊണ്ടേ നടുവിന് വല്ലാത്തൊരു പിടുത്തം. ആ ഡോ, കല്യാണത്തിനാരും പറഞ്ഞില്ല, പറ. അതിപ്പം പറയാനൊന്നുമില്ല. 4 കെട്ടായിരുന്നല്ലോ. സത്യാമ്മയാ താലി എടുത്തു കൊടുത്തത്. അന്നേരം നടത്തുകയില്ലെന്നും പറഞ്ഞ് ശാലിനി കുഞ്ഞ് പോലീസും കുറെ ആൾക്കാരുമായിട്ട് എത്തി. ചേടാ, അല്ല അതെന്താ കാര്യം? അപ്പൊ എന്താ വിഷയമുണ്ടല്ലോ? കാര്യമുണ്ട്. അതിൽ ഈ 4ാമത്തെ പെണ്ണിനെ കെട്ടാമെന്ന ചെക്കനുണ്ടല്ലോ, ഒരു പെങ്കൊച്ചിനെ പറഞ്ഞ് പറ്റിച്ച് അവളെ വഞ്ചിച്ചേച്ചുവാ ഈ പെണ്ണിനെ കെട്ടാൻ വന്നിരിക്കുന്നത്. എടാ മഹാഭാവി, ആളുള്ളല്ലോ. അവൻ പറ്റിച്ചത് വേറെ ആരെയുമല്ല, ശ്യാമക്കുഞ്ഞിന്റെ ഒക്കെ കുടുംബശ്രീ ഹോട്ടലിൽ നിൽക്കുന്ന ആ ശാന്തേന്ദ്ര ആളില്ലേ, അവരുടെ ചെറിയമ്മേരെ മോളയാ. അതുകൊണ്ടാ ശാലിനി കുഞ്ഞ് പോലീസിനെയും കൂട്ടി വന്ന് ഈ കല്യാണം മുടക്കിയതും ശാന്തയുടെ ചെറിയമ്മയുടെ മോളെ കൊണ്ട് ഈ ചെക്കനെ പിടിച്ച് കെട്ടിച്ചതും. അതിന് അങ്ങനല്ലേ ഉള്ളതേ. ഒരു പെണ്ണ് ചതച്ചിട്ട് വന്നിട്ട് മറ്റൊരു പെണ്ണ് കെട്ടാൻ നോക്കിയാ അത് സമ്മതിക്കരുത്. അത് ആരാലും അതിന് കൂട്ടിക്കാനും പാടില്ല. പിന്നല്ലേ പുകില്. അതിന്റെ പേരിൽ ശാലിനി കുഞ്ഞും സത്യാമ്മയും കൂടി വലിയ വഴക്ക് തന്നെ നടന്നു. അയ്യോ, ഒടുവിൽ സമൂഹ വിവാഹത്തിൽ ചെറുക്കൻ നഷ്ടപ്പെട്ട പെണ്ണിനെ വിഷ്ണു കുഞ്ഞിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് സത്യാമ്മ. എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു? ആ, എന്തോന്നൊക്കെയാണ് നീ ശാലിനി കുഞ്ഞോണ്ടുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാണോന്നൊന്നും എനിക്കറിയില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉറപ്പിച്ച പോലെയാ പറഞ്ഞത്. ഓ, അങ്ങനെ തന്നെ ആയിരിക്കല്ലോ. അവർക്ക് എപ്പോഴും വാക്കാണല്ലോ വലുത്. ഈ അമ്മ എന്നെ വീണ്ടും വീണ്ടും നാണം കെടുത്താനാ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല അച്ഛാ. ഇത് കയ്യോടെ നിർത്തിക്കണം. ഓരോ ഇത് അമ്മേ, ഇതിപ്പോ വല്ലാത്ത കഷ്ടമായല്ലോ. അച്ഛാ, സംഭാരം. കൊണ്ടുപോടിയത് സംഭാരം. അല്ലെങ്കിൽ നിന്റെ സത്യാമ്മ കൊണ്ടുപോടും. അവളെ തലയും തടുക്കട്ടെ. അമ്മേ, ഓ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലേ? എന്തിനാണ് നീ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? ഇതൊക്കെ കേട്ടിട്ടെ എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോവാത്ത എന്റെ മുൻജമ്മ സുഹൃത്താന്ന് കരുതിയാ മതി. ഭ്രാന്ത് പിടിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? അമ്മ എന്നോട് ചോദിക്കാൻ എന്റെ കല്യാണം നിശ്ചയിച്ചോ? നിശ്ചയിച്ചിട്ടൊന്നുമില്ല. ആര് പറഞ്ഞു നിശ്ചയിച്ചു? ആർക്കെങ്കിലും വാക്ക് കൊടുത്തോ? ഏതെങ്കിലും പെണ്ണിനെ ഞാൻ കെട്ടിക്കോളാന്ന്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.